മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം. അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. ചെട്ടിത്തിരിവ് പാലം പ്രശ്നത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ടു. യാത്രാ ദുരിതത്തിന് പരിഹാരമായി താൽക്കാലിക പാലം ഉടൻ നിർമ്മിക്കുമെന്ന് ടി ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ചേലക്കര ചെട്ടിത്തിരിവ് പാലം പൊളിച്ചതിനെ തുടർന്ന് നാട്ടുകാർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരമാകുന്നു. നിലവിലുള്ള പാലം പൊളിക്കുന്നതിനു മുൻപ് ബദൽ സംവിധാനം ഒരുക്കാത്തതിൽ ജനരോഷം ശക്തമായതോടെ ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു. കഴിഞ്ഞ ദിവസം ചേലക്കര ചെട്ടിത്തിരിവ് പാലത്തിന്റെ പണി ആരംഭിച്ചപ്പോൾ ജനങ്ങളെല്ലാം വളരെ ആശങ്കയിലായിരുന്നു. അവിടെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഒക്കെ നടന്നു പോകാനും അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനും ചേലക്കര ടൗണുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അവർക്ക് വരേണ്ട കാര്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ആശങ്കയും ഉണ്ട് എന്ന് പൊതുജനങ്ങളിൽ നിന്നും അറിഞ്ഞതിൻ്റെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ ആ പാലം പണി ഉടൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും താൽക്കാലികമായി നടക്കാനുള്ള നടപ്പാത ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കോൺട്രാക്ടർ കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ടർ അത് തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ജനങ്ങൾക്ക് അതിൽ നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആശങ്കയും വേണ്ട എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് അറിയിക്കാനുള്ളത്. ഇതിന് മുന്നേ കൂട്ടിയുള്ള ഒരു അറിയിപ്പ് നമുക്ക് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത്രയും താമസം നേരിട്ടത്. ഞാൻ തീർച്ചയായും അതിലൊരു നടപ്പാത ബദൽ സംവിധാനം ഒരുക്കും എന്നാണ് കരുതിയിരുന്നത്. അത് പൊളിച്ചിട്ടതിന് ശേഷമാണ് ഇല്ല എന്ന് അറിഞ്ഞത്. ഉടൻ തന്നെ കോൺട്രാക്ടറെ ബന്ധപ്പെട്ട് അത് ഇന്ന് തന്നെ അത് ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും കിലോമീറ്ററുകൾ ചുറ്റി വളയേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഉടൻ തന്നെ താൽക്കാലിക നടപ്പാലം നിർമ്മിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. പാലം പൊളിച്ചപ്പോൾ ബദൽ സൗകര്യമില്ലാത്തതിനെക്കുറിച്ച് ജനങ്ങളിൽ നിന്നും പരാതികൾ ലഭിച്ചയുടൻ തന്നെ കരാറുകാരനെ ബന്ധപ്പെട്ടതായും ഇന്ന് തന്നെ താൽക്കാലിക പാലത്തിനായുള്ള നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. നേരത്തെ അറിയിപ്പ് ലഭിക്കാത്തതുകൊണ്ടാണ് ബദൽ സംവിധാനം ഒരുക്കാൻ താമസമുണ്ടായതെന്നും ജനങ്ങളുടെ ആശങ്കകൾക്ക് ഉടൻ പരിഹാരമാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഇതോടെ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക് CCV.